നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എത്രയും വേഗം ജോത്സ്യനെ കാണാൻ തോന്നിയത് നമ്മുടെ ഭാഗ്യമാ പാർവതി. അല്ലെങ്കിൽ ഈ മുഹൂർത്തം കഴിഞ്ഞ നിത്യക്ക് ഒരിക്കലും ഒരു കല്യാണ യോഗം ഇല്ലെന്നുള്ള വിവരം നമ്മൾ എങ്ങനെ അറിഞ്ഞേനെ? അതെ അതെ, ഏതായാലും നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു മുഹൂർത്തം തന്നെ കിട്ടിയല്ലോ. മഹാഭാഗ്യം. ആ എന്താ മണവാള, സന്തോഷമായില്ലേ? പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നായിരുന്നല്ലോ മനസ്സില്, അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. എല്ലാം നിങ്ങളുടെയൊക്കെ അനുഗ്രഹം. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ നിത്യ ഈ വീട്ടിൽ നിന്ന് താമസം മാറും. എങ്ങോട്ട്? അയ്യോ, എന്ത് മണ്ടത്തര ശരത്തുമനെ പറയുന്നേ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയല്ലേ താമസിക്കേണ്ടത്? വിരോധമൊന്നും തോന്നരുത്. ഈ വീട് ദേവിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. എനിക്ക് അവകാശമില്ലാത്തൊരു സ്ഥലത്ത് എൻ്റെ ഭാര്യയോടൊപ്പം താമസിക്കാൻ എൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ എങ്ങോട്ട് പോവും? തൽക്കാലം ഒരു വാടക വീട് എടുക്കണം, പിന്നെ പുതിയ വീട് പണി, എന്നിട്ട് അങ്ങോട്ട് മാറും. അയ്യോ, അത് വേണോ മോനെ? നീ ഇവിടെ തന്നെ താമസിക്കുന്നത് എനിക്കിഷ്ടം. അതെ അതെ, വീട് എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. എന്നാലും വേണ്ടമ്മേ, എൻ്റെ മനസാക്ഷി അതിനെ അനുവദിക്കുന്നില്ല. ശരത്തുമോൻ പറയുന്നത് ശരിയാ പാർവതി. ആത്മാഭിമാനമുള്ള ഒരു ആൺകുട്ടിയും മറ്റുള്ളവരെ വീട്ടിൽ താമസിക്കില്ല. പാർവതി, എന്താ ഇതിനൊരു പരിഹാരം? ഈ വീടും സ്ഥലവും ശരത്തിന്റെ പേരിൽ എഴുതി കൊടുക്കാം. അതങ്ങനെ പറ്റും? ആധാരം ബാങ്കിലിരിക്കുമല്ലേ, ലോണില്. ഒരു ചിട്ടി വട്ടം എത്തിയിരുന്നു, അവിടുന്ന് കിട്ടിയ കാശുകൊണ്ട് ഞാൻ കടം തീർത്തു, ആധാരം എടുപ്പിച്ചു. അല്ല, അപ്പോ അച്ഛനിങ്ങനെ കിടക്കുമ്പോ അച്ഛന്റെ പേരിലാണല്ലോ സ്ഥലം വീടും. നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടാവും. പക്ഷേ എന്റെ പേരിൽ വേണ്ട കേട്ടോ, നിത്യയുടെ പേരിൽ മതി. ഞാൻ വാങ്ങുന്നത് മോശമല്ലേ? ഒരു മോശവും ഇല്ല. അവളുടെ പേരിൽ എഴുതാൻ മടിയുണ്ടായിട്ടല്ല, ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരാളാ അവള്. നാളൊരാവശ്യം പറഞ്ഞ് മനോഹരേട്ടനോ ദേവികയോ ചെന്ന ആധാരം എടുത്ത് കൊടുത്തു കളയും. ആണോ? എന്നാ വേണ്ട, ഇച്ചിരി നാണക്കേട് സഹിച്ചാലും വേണ്ടില്ല, എന്റെ പേരിൽ തന്നെ വേണം. ഞാനാവുമ്പോ ഈ വീട് സ്ഥലം ഇതുപോലെ തന്നെ ഉണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാമേ. ഉടമസ്ഥൻ ഇങ്ങനെ കിടക്കുമ്പോ രജിസ്ട്രേഷൻ നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. കണ്ടോടി, ഇതാണ് തറവാടിത്തം.